എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ കാണുന്നൊരു വീടാണ്. ഈ വീടിരിക്കുന്ന ഒരു നില വീടുകൾ ചേർന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കുഴിവിള, നമ്മുടെ മലയൻകീഴ് കുഴിവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. ഇവിടെ നമുക്ക് 3 വീട് നമുക്ക് കൊടുക്കാനുണ്ട്. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചിൻ്റെ ഏരിയയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീട് ചുറ്റുള്ള നമുക്ക് വാസ്തു ബേസ്ഡായിട്ടാണ്, കിഴക്ക് ദർശനമാണ്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസാണ്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് വരുന്ന ഈ ഒരു സ്പേസിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. ഈ വീട്ടിൽ തന്നെ നമുക്ക് പെയിൻറ്റിങ് വർക്കും കുറച്ച് ക്ലീനിങ് വർക്കും നമ്മുടെ ഇലക്ട്രിക് വർക്കൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് 1.5 ആഴ്ചയ്ക്കകത്ത് വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. വീട് ചുറ്റുള്ളൊരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചുറ്റുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. ഫ്രണ്ട് തൊട്ട് നമ്മൾ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, മാറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് ഇവിടെ നമുക്ക് കിണർ വരുന്നില്ല, ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. ഈ വീട്ടിൽ നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് ചെറുതായിട്ടൊന്ന് കുറവാണ്. അത് നമുക്ക് അകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് വരെ നമുക്ക് 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ മലയത്തും കോവിൽവിളയൊക്കെ നമുക്ക് 32 ലക്ഷം രൂപയ്ക്കും 35 ലക്ഷം രൂപയ്ക്കും 3 BHK 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വേറെയും വീടുകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വേണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ അയച്ചിരുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു വില്ല കമ്മ്യൂണിറ്റി കാണാൻ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള വീടും കൂടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഹാള്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് കളറാണ്. ഓരിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് വി ഗാർഡാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ്. ഇവിടെ നമുക്ക് ചെറിയൊരു വാഷ് ബേസിനും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ്. ബെഡ്റൂമൊക്കെ വന്നിട്ട് 12ക്ക് 11ഒക്കെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. അത്യാവശ്യം വലിയ ബെഡ്റൂമൊക്കെയാണ് വരുന്നത്. ടെയിലൊക്കെ വന്നിട്ട് 4 കണ്ടിൻ്റെ വെട്രിഫൈഡ് ടെയിലും അപ്പോസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 1.5 ആഴ്ചയ്ക്കകത്ത് നമുക്ക് വീട് കൈമാറാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12ക്ക് 11ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിൻറ്റും 3 വാഷ്റൂമിലും നമ്മുടെ ഹീറ്റർ പോയിൻ്റ് വരുന്നുണ്ട്. കബോർഡിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നൊരു ചെറിയ സ്പേസിൽ നമുക്ക് ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയ വാഷ്റൂമാണ്. ഫിറ്റിങ്സ് എല്ലാം നമുക്കിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഫിറ്റിങ്സ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂം വേണ്ട, 2 ബെഡ്റൂം വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിന്നും കട്ട് ചെയ്ത് നമുക്കൊരു ഓപ്പൺ കിച്ചണും നമുക്ക് വലിയൊരു ഹാളായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12ക്ക് 11ആണ് ബെഡ്റൂമിൻ്റെ സൈസ്. നേരത്തെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലോട്ട് പോകുന്നിടത്ത് നമുക്കിവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂമിൻ്റെ സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10ക്ക് 10ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. കബോർഡ് വേണമെന്നുള്ളവർക്ക് നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതും അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിൻ്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് കിച്ചണാണ്. ഈ കാണുന്നത് നമ്മുടെ വലിയൊരു കിച്ചൺ. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് 4ക്ക് 2ൻ്റെ മാറ്റ് ടൈൽ, വുഡിൻ്റെ ഡിസൈൻ വന്ന മാറ്റ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. കിച്ചണിലെ കബോർഡ് വർക്ക് വെച്ചിരിക്കുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൗസ് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് എടുക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് ആയിരുന്നാലും ബ്രാൻഡ് ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
കിച്ചണിൽ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വരുന്ന ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു വർക്ക് എടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വരുന്നുണ്ട്. ബാക്കിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട് ഇവിടെ നമുക്ക് 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലോറും കൂടെ നമുക്ക് മുകളിൽ അഡീഷണൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കുഴിവിള. ഈ വീടിരിക്കുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിക്ക് നമുക്ക് 3 വീട് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള മിക്ക വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട് ചുറ്റുള്ള 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റാണ്. ഒരു ഫ്ലോറും കൂടെ നമുക്ക് മുകളിൽ ചെയ്യാൻ പറ്റും. വീട്ടിൽ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വേണ്ടി 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്ന റോഡ് സ്റ്റാർട്ടിങ് നമുക്ക് 10 മീറ്റർ പുതിയ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു റോഡ് സബ് റോഡായിട്ട് വരും. അത് നമുക്ക് 10 മീറ്ററാണ് നമ്മളെ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ റോഡിൽ നിന്നും തുടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഫസ്റ്റത്തെ വീടാണ് ഈ ഒരു വീട്. ഈ വീടിന് ആകെയുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡൈനിങ് ഉള്ള സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഒരു ബെഡ്റൂം വേണ്ടാത്തവർക്കാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം കട്ട് ചെയ്ത് നമ്മൾ കിച്ചണിൽ നിന്ന് കട്ട് ചെയ്ത് ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡൈനിങ്ങിനുള്ള TV യൂണിറ്റിൻ്റെയൊക്കെ വലിയൊരു ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു കോമൺ ബാത്റൂമായിട്ടും വരും. അതല്ല ഈ 3 ബെഡ്റൂം മതിയെന്നുള്ളവർക്കാണെങ്കിൽ ഈ സ്പേസ് കൊണ്ട് മതിയെന്നുള്ളവർക്കാണെങ്കിൽ ഈ സ്പേസ് വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നതിന്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വീട് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽ എല്ലാം തന്നെ മനസ്സിലാകത്തുള്ളൂ. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഈ വീടല്ലാതെ വേറെ 2 വീടും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതും നമുക്ക് 35 ലക്ഷം രൂപ ചോദിക്കുന്ന വീടുകളാണ്. അതും നമുക്ക് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള 2 വീടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.